കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഒരു വാടക വീട് ഒഴിപ്പിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് വീട്ടുടമസ്ഥൻ JCB ഉപയോഗിച്ച് വീട് പൊളിച്ചു നീക്കിയ സംഭവം വലിയ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുകയാണ്. സംഭവത്തിന്റെ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കാം. വാടക കുടിശ്ശിക നൽകാത്തതും വീട് ഒഴിഞ്ഞു കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് വീട്ടുടമസ്ഥനും വാടകക്കാരും തമ്മിൽ മാസങ്ങളായി തർക്കം നിലനിന്നിരുന്നു. വാടകക്കാരെ ഒഴിപ്പിക്കാൻ നിയമപരമായ വഴികൾ നിലനിൽക്കെ വീട്ടുടമസ്ഥൻ സ്വന്തം നിലയിൽ ആളെയും JCBയും ഇറക്കി വീട് പൊളിക്കാൻ തുനിയുകയായിരുന്നു എന്നാണ് ആരോപണം. വാടകക്കാർ പുറത്തുപോയ സമയത്ത് JCB ഉപയോഗിച്ച് വീടിന്റെ മേൽക്കൂരയും ചുവരുകളും പൊളിച്ചു നീക്കുകയാണ് ഉണ്ടായത് എന്നാണ് വാർത്തകൾ. വീടിനുള്ളിൽ ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ, പ്രധാനപ്പെട്ട രേഖകൾ, കുട്ടികളുടെ പഠന സാമഗ്രികൾ എന്നിവയെല്ലാം അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ട് പൂർണ്ണമായോ ഭാഗികമായോ നശിച്ചു എന്നാണ് വാടകക്കാർ പറയുന്നത്. ഇത് സംബന്ധമായി വാടകക്കാരുടെ പരാതിയിൽ കൊല്ലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തുകയും വീട്ടുടമസ്ഥനെതിരെയും JCB ഡ്രൈവർക്കെതിരെയും കേസെടുക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇതിന്റെ നിയമപരമായ വശം പരിശോധിച്ചാൽ ഒരു വീട്ടുടമസ്ഥന് വാടകക്കാരനെ സ്വന്തം ഇഷ്ടപ്രകാരമോ ബലപ്രയോഗത്തിലൂടെയോ വൈദ്യുതി, വെള്ളം വിച്ഛേദിച്ചോ വീട് പൊളിച്ചോ ഒഴിപ്പിക്കാൻ നിയമപരമായി യാതൊരു അവകാശവുമില്ല എന്നതാണ് സത്യം. വാടകക്കാരൻ ഒഴിയുന്നില്ലെങ്കിൽ കൃത്യമായ നോട്ടീസ് നൽകി റെന്റ് കൺട്രോൾ കോടതി വഴിയുള്ള ഒഴിപ്പിക്കൽ ഉത്തരവ് നേടിയെടുക്കുകയാണ് നിയമപരമായ ഏക വഴി. എന്നാൽ സ്വന്തം അധ്വാനം കൊണ്ട് കെട്ടിയുണ്ടാക്കിയ വീട് പറഞ്ഞ കാലാവധി കഴിഞ്ഞിട്ടും തിരികെ കിട്ടാതെ ഒടുവിൽ സ്വന്തം സ്വത്തിന് വേണ്ടി വർഷങ്ങളോളം കോടതിയിൽ കയറി ഇറങ്ങേണ്ടി വരുന്നത് ഏതൊരു വീട്ടുടമസ്ഥനെയും അസ്വസ്ഥനാക്കുക സ്വാഭാവികമാണ്. എന്നാൽ ഈ വിഷയത്തിൽ നിയമത്തിന്റെ ഒരു വശം കാണുമ്പോൾ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ റെന്റ് കൺട്രോൾ ആക്ട് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ മുൻനിർത്തിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. പണവും സ്വാധീനവുമുള്ള ഒരു വീട്ടുടമസ്ഥൻ പെട്ടെന്നൊരു ദിവസം പാവപ്പെട്ട ഒരു കുടുംബത്തെ ഒരു മുന്നറിയിപ്പുമില്ലാതെ തെരുവിലേക്ക് ഇറക്കി വിട്ടാൽ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്താകും? അത് തടയാനാണ് ഈ നിയമപരമായ സംരക്ഷണം. കോടതി ഇടപെടൽ ഇല്ലെങ്കിൽ ആളുകളെ വിട്ട് ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കൽ, രാത്രിയിൽ വീട് പൂട്ടി താക്കോൽ മാറ്റൽ, ഗ്യാസും വെളിച്ചവും വിച്ഛേദിക്കൽ തുടങ്ങിയ ക്രമസമാധാന പ്രശ്നങ്ങൾ സമൂഹത്തിൽ വർദ്ധിക്കുമെന്നതും ഒരു കാരണമായി പറയാം. പക്ഷേ ഈ നിയമ സംരക്ഷണങ്ങൾ പലപ്പോഴും ചില വാടകക്കാർ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കോടതിയിൽ കേസ് കൊടുത്താൽ വിധി വരാൻ 3 മുതൽ 10 വർഷം വരെ എടുത്തേക്കാം. കേസ് നടക്കുന്ന കാലയളവിൽ പലരും വാടക നൽകാറില്ല എന്നത് മറ്റൊരു വിഷയം. കേസ് ഉള്ളതുകൊണ്ട് വീട് നവീകരിക്കാനോ മറ്റൊരാൾക്ക് നൽകാനോ ഉടമസ്ഥന് കഴിയുകയുമില്ല. ഇക്കാര്യത്തിൽ പ്രായോഗികവും യുക്തിസഹവുമായ ഒരു നിർദ്ദേശമാണ് കെട്ടിട ഉടമകൾ കാലാകാലങ്ങളായി മുന്നോട്ട് വെക്കാറുള്ളത്. വാടക കാലാവധി കഴിഞ്ഞാൽ 3 മാസത്തെ നോട്ടീസ് നൽകുകയും കുടിശ്ശിക തീർത്ത് വീട് ഒഴിയുകയും ചെയ്യുക എന്നത് ഏതൊരു കരാറിന്റെയും അടിസ്ഥാന തത്വമായിരിക്കണം. ഈ നിർദ്ദേശം നിയമമായാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാവും? കരാർ കാലാവധി കഴിയുന്നതോടെ വാടകക്കാരന്റെ നിയമപരമായ സംരക്ഷണം അവസാനിക്കും. 3 മാസത്തെ നോട്ടീസ് നൽകിയാൽ വാടകക്കാരന് പുതിയ വീട് കണ്ടെത്താൻ ആവശ്യത്തിന് സമയവും ലഭിക്കും. നോട്ടീസ് കാലാവധി അവസാനിക്കുമ്പോൾ വാടക കുടിശ്ശിക മുഴുവൻ തീർത്ത് വീട് കൈമാറാൻ വാടകക്കാരൻ ബാധ്യസ്ഥനാകുകയും ചെയ്യും. എന്നാൽ കേരള ബിൽഡിംഗ്സ് ലീസ് ആൻഡ് റെന്റ് കൺട്രോൾസ് ആക്ട് 1965 അനുസരിച്ച് കരാർ കാലാവധി കഴിഞ്ഞാലും വാടകക്കാരനെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ടെനന്റായി, അതായത് നിയമപരമായ ഒരു വാടകക്കാരൻ തന്നെ ആയിട്ടാണ് കോടതി കാണുന്നത്. അതുകൊണ്ട് ഉടമസ്ഥന് സ്വയം ഒഴിപ്പിക്കാൻ സാധിക്കാതെയും 3 മാസത്തെ നോട്ടീസ് നൽകിയാൽ പോലും വാടകക്കാരൻ ഒഴിയാൻ വിസമ്മതിച്ചാൽ കോടതി കയറേണ്ടിയും വരും. ഈ പറഞ്ഞ പോലെ ഒരു കർശന നിയമം പ്രാബല്യത്തിൽ വരാൻ ഇനി പറയുന്ന മാറ്റങ്ങൾ കൂടി അത്യാവശ്യമാണ്. 3 മാസത്തെ നോട്ടീസ് കാലാവധി കഴിഞ്ഞാൽ വീട് ഒഴിയാൻ വാടകക്കാരൻ വിസമ്മതിച്ചാൽ കോടതിയിൽ വർഷങ്ങൾ നീളുന്ന കേസിന് പകരം നോട്ടീസ് കാലാവധി കഴിഞ്ഞാൽ പോലീസിന്റെ സഹായത്തോടെ ഒഴിപ്പിച്ചു നൽകാൻ ഏതെങ്കിലും അതോറിറ്റിക്ക് അധികാരം ലഭിക്കണം. നോട്ടീസ് കാലാവധി കഴിഞ്ഞിട്ടും ഒഴിഞ്ഞു കൊടുക്കാത്ത ദിവസങ്ങൾക്ക് വാടകയുടെ ഒരു നിശ്ചിത ശതമാനം പിഴയായി ഈടാക്കാൻ ഉടമക്ക് അവകാശവും ലഭിക്കണം. ഇത്തരം പരാതികളിൽ നിശ്ചിത ദിവസത്തിനകം അന്തിമ തീരുമാനമെടുക്കുന്ന പ്രത്യേക റവന്യൂ അധികാരികളെ നിയമിക്കുകയും വേണം.
അത്തരമൊരു നിയമം വന്നാൽ മാത്രമേ ആളുകൾ ഭയമില്ലാതെ വീടുകളും കെട്ടിടങ്ങളും വാടകയ്ക്ക് നൽകാൻ മുന്നോട്ട് വരികയുള്ളൂ. ഇതുപോലെയുള്ള പോസിറ്റീവായ മാറ്റങ്ങൾ ഒരു ഭരണകൂടം എത്രയും വേഗം പൂർണ്ണമായി നടപ്പിലാക്കണമെന്നതാണ് ന്യായമായി ചിന്തിക്കുന്ന ഏതൊരാളും മനസ്സിൽ ആഗ്രഹിക്കുക. ഇനി ഗവൺമെന്റ് ഈ വിഷയത്തിൽ കൊണ്ടുവരാൻ പോകുന്ന പരിഷ്കാരങ്ങൾ എന്താണെന്ന് നോക്കാം. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച പുതിയ വാടക നിയമം മോഡൽ ടെനൻസി ആക്ട് ഈ പ്രശ്നത്തിന് വലിയൊരു പരിഹാരമാണ് നിർദ്ദേശിക്കുന്നത്. ഇതിൽ കോടതികൾക്ക് പകരം പ്രത്യേക 2 അംഗ ട്രിബ്യൂണലുകൾ വഴി വളരെ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കണം. കാലാവധി കഴിഞ്ഞിട്ടും ഒഴിയാത്ത വാടകക്കാരിൽ നിന്ന് 2 ഇരട്ടി മുതൽ 4 ഇരട്ടി വരെ പിഴ ഈടാക്കാൻ ഉടമക്ക് അവകാശം ലഭിക്കും. ഈ നിയമം പൂർണ്ണമായി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ഇതുവരെ തീരുമാനങ്ങളൊന്നും കൈക്കൊള്ളുന്നതായി അറിവില്ല. ഇനി ഭാവിയിൽ കെട്ടിട ഉടമസ്ഥർക്ക് ചെയ്യാൻ കഴിയുന്ന ചില മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് പറയാം. വെറും 11 മാസത്തെ പേപ്പർ കരാറിനേക്കാൾ സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത കരാറുകൾക്ക് കോടതിയിൽ മുൻഗണന ലഭിക്കും എന്നതൊരു വസ്തുതയാണ്. നോട്ടീസിന്റെ പീരീഡ്, കുടിശ്ശിക വരുത്തിയാലുള്ള പിഴ, ഒഴിച്ചു തരേണ്ട തീയതി എന്നിവ വ്യക്തമായി എഴുതി അതിൽ ഒപ്പിടുന്നതും ഗുണകരമായിരിക്കും. വാടകയ്ക്ക് നൽകുന്നതിന് മുമ്പ് വാടകക്കാരുടെ മുൻകാല പശ്ചാത്തലം പരിശോധിക്കുന്നത് അതിലേറെ ഗുണം ചെയ്യും. ഒരു വശത്ത് നിർധനരായ വാടകക്കാരുടെ സംരക്ഷണവും മറുവശത്ത് ഉടമസ്ഥന്റെ അധ്വാനത്തിന്റെ സുരക്ഷിതത്വവും, ഇത് രണ്ടും ഒരുപോലെ ഉറപ്പുവരുത്തുന്ന വേഗതയേറിയ ഒരു നിയമ സംവിധാനമാണ് ഈ വിഷയത്തിൽ നമുക്ക് വേണ്ടത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ കോടതി വഴി മാത്രമേ ഇത്തരം വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയൂ. അതിനാൽ നിയമം കയ്യിലെടുത്ത് ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികൾക്ക് ചിലപ്പോൾ നാട്ടുകാരുടെ സപ്പോർട്ട് കിട്ടിയേക്കാമെങ്കിലും അത് കൂടുതൽ നിയമപ്രശ്നങ്ങൾ സൃഷ്ടിക്കാനേ ഉപകരിക്കൂ എന്ന കാര്യം മറക്കരുത്.